പേപ്പട്ടിയുടെ ആക്രമണത്തിൽ കയ്യിലെ മാംസം പൂർണ്ണമായും നഷ്ടമായ ഒരു വീട്ടമ്മ 33 ദിവസമായി വേദന സഹിച്ചു കഴിയുകയാണ്. കൊല്ലം പുത്തൂർ സ്വദേശിനിയായ ശ്രീദേവി അമ്മയാണ് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ കരിയാത്ത മുറിവുമായി ആശുപത്രി കയറിയിറങ്ങുന്നത്. അതേസമയം കഴിഞ്ഞ 3 മാസത്തിനിടെ ജില്ലയിൽ പിടികൂടുന്ന നായ്ക്കളിൽ 80% പേവിഷബാധയുണ്ട് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. കഴിഞ്ഞ ജനുവരി 19 കൊല്ലം കൊട്ടാരക്കര പുത്തൂർ തേവലപ്പുറത്ത് ഒരു നാട്ടിലെ ജനങ്ങളെയും വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെ കഴിച്ച ശേഷം ഓടിപ്പോകുന്ന പേപ്പട്ടിയുടെ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അന്ന് കടിയേറ്റ അമ്മ ഏതാണ്ട് 1 മാസം കഴിഞ്ഞല്ലേ, 32 ദിവസമായി, ഇപ്പോഴും ആ കൈ കരിഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന്? അന്ന് ഞാൻ രാവിലെ 6:50 അമ്പലത്തിലോട്ട് പോകാൻ പോയതാ. അവിടെ നിന്ന് ഒരു പട്ടി, ഏതാ പട്ടിയാണെന്നറിയാൻ വയ്യ, ഒരു പട്ടി വന്ന് ആദ്യമേ മുഖത്തോട്ട് കയറി ചാടാൻ വന്നു കടിക്കാൻ. അപ്പോഴും ഞാൻ വലത്ത് കൈ കൊണ്ട് തട്ടി, അപ്പം വലത്ത് കുട തട്ടി കളഞ്ഞിട്ട് വലത്ത് കൈ കടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുഖത്ത് കടിക്കാൻ വന്നപ്പം ഇടത്ത് കൈ മൊത്തവും വിരൽ മൊത്തവും കടിച്ച്, പിന്നെ കടിച്ചു പറിച്ചെടുത്തു. അതെ കടിച്ചു പറിച്ചെടുത്തു. ഉണ്ടെന്നറിഞ്ഞത് ഇപ്പം അന്ന് പട്ടി കടിച്ചു, ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞിപ്പോൾ വേറൊരു പട്ടി കടിച്ചതായിട്ട് അന്ന് ഇഞ്ചക്ഷൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പേയുടെ ലക്ഷണം കണ്ട് തല്ലിക്കൊന്നു. ശ്രീദേവി അമ്മയെ മാത്രമല്ല, പ്രദേശത്തെ 10ഓളം പേരെയാണ് ജനുവരി 19 പേപ്പട്ടി ആക്രമിച്ചത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർക്കും ക്ഷേത്ര ദർശനത്തിന് പോയവർക്കുമൊക്കെ പേപ്പട്ടിയുടെ കടിയേറ്റു. കെട്ടിയിട്ടിരുന്ന പശുക്കളെയും വളർത്തു നായ്ക്കളെയും എല്ലാം പേപ്പട്ടി കടിച്ചു കീറി. പേവിഷബാധയേറ്റ വളർത്തുമൃഗങ്ങളിൽ മിക്കതും ചത്തു. ജനങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ് എടുത്തതിനാൽ. കഴിഞ്ഞ ദിവസം അഞ്ചൽ, കടയ്ക്കൽ, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലും പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായി. കുട്ടികളെ അടക്കം പേപ്പട്ടി കടിച്ചു കീറി. അതേസമയം മുൻകാലങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് 10 നായ്ക്കളെ പിടികൂടിയാൽ ശരാശരി 1-2 എണ്ണത്തിലാകും പേവിഷബാധ ഉണ്ടാവുക. എന്നാൽ കഴിഞ്ഞ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പേവിഷബാധയുള്ള നായ്ക്കളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. എല്ലാ ലോകരാജ്യങ്ങളിലും സ്വീകരിക്കുന്ന ഏറ്റവും അനുകരണീയമായ ഒരു മാതൃകയാണ് തെരുവ് നായ്ക്കളുടെ ജനന നിയന്ത്രണ ശസ്ത്രക്രിയ, അതായത് ABC പ്രോഗ്രാം. നിർഭാഗ്യവശാൽ നമുക്ക് നല്ല ABC സെൻ്ററുകൾ തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു ജോഡി തെരുവ് നായ്ക്കൾ തെരുവിലുണ്ടെങ്കിൽ അത് കേവലം 3 വർഷം കൊണ്ട് തന്നെ 10,000-ത്തിനപ്പുറത്തൊരു സംഖ്യയിലേക്ക് പെരുകും എന്നാണ് AWBയുടെ കണക്ക്. അതുകൊണ്ട് തന്നെ തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ തെരുവുകളിലേക്ക് മാലിന്യം ധാരാളമായി നിക്ഷേപിക്കുന്ന മൂലം തെരുവ് നായ്ക്കൾക്ക് പെരുകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. കേവലം ഒരു നായ ഏതെങ്കിലും രീതിയിൽ, ഇപ്പോൾ ഒരു വവ്വാൽ ആക്രമിക്കുകയോ മറ്റോ ചെയ്ത് ഒരു നായ്ക്ക് പേ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് 10-ലേക്കും 10-ൽ നിന്ന് 100-ലേക്കും പെരുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തെക്കുഭാഗം പഞ്ചായത്തിൽ തെരുവുനായ കൂട്ടത്തോടെ എത്തിയതോടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയും ജനങ്ങൾക്കുണ്ടായി. ABC സെൻ്ററുകൾക്ക് പൂട്ടുവീണു. അതോടുകൂടി നായ്ക്കളുടെ വന്ധ്യകരണം അവസാനിച്ചു. ഇതോടെയാണ് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പോലും വീട്ടിൽ കയറി പേപ്പട്ടി കടിക്കുന്ന അവസ്ഥയിലേക്ക് സ്ഥിതിയെത്തിയത്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.